We are going to start. നമ്മൾ നമ്മുടെ കൂട്ടായ്മ തുടങ്ങാനായിട്ട് പോവുകയാണ്. I invite Pastor John to come forward and pray and start the program today. കണ്ണുകളെ അടച്ച് നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് സ്തോത്രത്തോടെ കൃപാസനത്തിൻ്റെ അടുത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രത്തോടെ എല്ലാവരും ഒരു ഹൃദയത്തോടു കൂടി ഒരു കുടുംബമായിട്ട് നമുക്ക് ദൈവസന്നിധിയിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. 10 വർഷക്കാലം നമ്മളെ നടത്തിയ ദൈവത്തിന് നന്ദി കരേറ്റുവാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി നമുക്ക് കടന്നു ചെല്ലാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം ദൈവമേ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പാ. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു ദൈവമേ. ഹല്ലേലൂയ. നന്ദി കരേറ്റുന്നപ്പാ, നന്ദി കരേറ്റുന്നപ്പാ, നന്ദി കരേറ്റുന്നപ്പാ. സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, പുത്രന്റെ നാമത്തിൽ തിരുസന്നിധിയിൽ അടുത്ത് വന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഹല്ലേലൂയ. ഇന്നയോളം എബനേസറായി കൂടെ ഇരുന്ന് ഞങ്ങളെ നടത്തിയ ദൈവമേ, സകല മഹത്വം അങ്ങ് കരേറ്റിക്കൊണ്ട് ഞങ്ങൾ ഇന്ന് സ്തോത്രത്തോടെ തിരുസന്നിധിയിൽ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവമേ, ഇന്ന് അവിടുത്തെ സാന്നിധ്യം ഞങ്ങളെ നിറയ്ക്കുമാറാകണം. ഇന്ന് അവിടുത്തെ സാന്നിധ്യം ഞങ്ങളെ നടത്തുമാറാകണം. ഹല്ലേലൂയ. അവിടുത്തെ സാന്നിധ്യത്താൽ ഞങ്ങളിന്ന് അമിത ബലത്താൽ നിറഞ്ഞ് കർത്താവെ, തുടർന്നും കർത്താവെ അവിടുത്തെ വേലയിൽ ഹല്ലേലൂയ ബലപ്പെട്ട് മുന്നേറുവാൻ തക്കവണ്ണം സ്വർഗം സഹായിക്കണം. കുടിവരവനെ അനുഗ്രഹിക്കണം കർത്താവെ. തിരുസാന്നിധ്യത്താൽ കൂടി വന്നവരെ കർത്താവെ ഹല്ലേലൂയ നിറച്ച് അവിടുന്ന് മടക്കി അയക്കുമാറാകണം. സകല മഹത്വം അങ്ങ് കരേറ്റുന്നു, അങ്ങ് മഹത്വം എടുക്കുമാറാകണം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. താങ്ക് യു പാസ്റ്റർ. എല്ലാവർക്കും ഇരിക്കാം. 126 സങ്കീർത്തനം Psalms 126 and verse 3. യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. God has done great things among us, therefore we rejoice. And we're going to sing a few songs and we're going to rejoice in the presence of God. Here is GSMI choir. The first song will be Bless the Lord, O my soul. Those who know the song, please join together and we're going to sing together. Hallelujah. Bless the Lord, oh my soul, oh my soul, worship His holy name, sing like never before, oh my soul, I'll worship Your holy name.
we worship you, Lord. We praise you, Lord. All these years you led us. Psalms 111 and verse 1 says, praise the Lord. I will give thanks to the Lord with all my heart, in the company of the upright and in the assembly. യഹോവയെ സ്തുതിക്കുവീൻ, ഞാൻ നേരുള്ളവരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. We're going to sing the next song in Malayalam language. സ്തോത്രം സ്തോത്രം യേശുവേ. Stotram, stotram, Yeshua. Stotratinennum yogene. Sagala navam paadunnu. Devam parishuddhan. Devam parishuddhan. Devam parishuddhan. Devam parishuddhan. Devam parishuddhan. Hallelujah, amen. Hallelujah, amen. Hallelujah, amen. Hallelujah, amen. പാപഭാരം ചുമന്നതാം ദൈവത്തിൻ കുഞ്ഞാടുമേ, സകല നാവും പാടുന്നു. ദൈവം പരിശുദ്ധൻ. Devam parishuddhan. Devam parishuddhan. Devam parishuddhan. Devam parishuddhan. Hallelujah, amen. Hallelujah, amen. Hallelujah, amen. Hallelujah, amen. ദൂതരും സർവ്വസൃഷ്ടികളും വാഴ്ത്തുമേക ദൈവമേ, സകല നാവും പാടുന്നു. ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. Devam parishuddhan. Devam parishuddhan. Devam parishuddhan. Hallelujah, amen. Hallelujah, amen. Hallelujah, amen. Hallelujah, amen. Hallelujah, amen. Lord, we worship you. Hallelujah. Oh, we praise you, Lord. Hallelujah. Hallelujah, amen. Hallelujah, amen. Oh, we bless your name, Lord. Hallelujah. We're going to sing the next song in another language of India, which is Tamil. Arathanai, Arathanai. Hallelujah. This is a time of worship. The meaning of that song is, Lord, we worship you. Lord, we praise you. Hallelujah. Let's all stand up in the presence of God. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന്
ഒരുമിച്ച് ചേർന്ന് ഈ പാട്ട് പാടാനായിട്ട് പോയത്. സർവശക്തനായവന്റെ സകല മഹത്വം. ആമേൻ. നമുക്ക് കർത്താവിനെ നിൽക്കുന്ന നിൽപ്പിൽ തന്നെ നമ്മുടെ ഹൃദയത്തിൽ വണങ്ങിക്കൊണ്ട് let's worship this living God who is present in midst of us today. ഉടയവനായവനെ നമുക്കൊന്ന് ആരാധിക്കാം. സകലത്തെയും നിയന്ത്രിക്കുന്നവനെ നമുക്കൊന്ന് ആരാധിക്കാം. ഇത്രത്തോളം നടത്തിയ നല്ലവനെ നമുക്കൊന്ന് ആരാധിക്കാം. ഇന്ന് രാത്രി നമ്മൾ നിൽക്കുന്നുവെങ്കിൽ, വീഴാതെ നിൽക്കുന്നുവെങ്കിൽ അവന്റെ കൃപയെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവന്റെ സന്നിധിയിൽ വീഴാം. അല്ലെ സകല മഹത്വവും ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നമ്മളെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഇന്ന് രാത്രി കാലത്തെ കൂട്ടായ്മയില് ദൈവത്തിന്റെ മഹത്വം നമ്മുടെ നടുവിൽ വ്യാപരിക്കേണ്ടതിനായിട്ട്, സകല മഹത്വവും ദൈവത്തിന് ഉണ്ടാകേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടഞ്ഞിരിക്കട്ടെ. Let's worship him, surrendering our lives. Hallelujah. Let's give all the honor and glory due unto our Lord and Savior Jesus Christ. Hallelujah. Let's open our mouth and say, Lord, we thank you, we praise you, we give you all the glory, my Lord. Hallelujah. Hallelujah. ഒരുമിച്ച് നമുക്ക് പറയാം Hallelujah. 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 ദൈവത്തിന്റെ മഹത്വം നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ ദേശത്തുള്ള ദൈവമക്കളും അടിയങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇന്ന് രാത്രി ഞങ്ങളുടെ സന്നിധിയിൽ നിൽക്കുന്നു. അങ്ങേക്ക് സകല മഹത്വം അർപ്പിക്കുവാൻ കർത്താവേ, എല്ലാം നിന്നാലും എല്ലാം നിങ്കലേക്കും എല്ലാം നിനക്കായി മാത്രമായിരിക്കട്ടെ. ഇവിടെ നടക്കുന്ന ഓരോ ശുശ്രൂഷകളെയും, ഇവിടെ നടക്കുന്ന ഓരോ ഹല്ലേലൂയ വർഷിപ്പ് സോങ്സിനെയും ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, കടന്നു വന്നുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം, കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം, കടന്നു വന്നിരിക്കുന്ന ദൈവദാസന്മാർക്കായിട്ട് ദൈവമക്കൾക്കായിട്ട് സ്തോത്രം. ഞങ്ങൾ ഇന്ന് രാത്രികാലം ഒരുമിച്ച് അനുഗ്രഹിച്ചാട്ടെ. ദൈവത്തിന്റെ സന്നിധിയിൽ അടിയങ്ങളെ തന്നെ താഴ്ത്തുന്നു. സകല മഹത്വം കർത്താവ് എടുക്കും. ക്രിസ്തയേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. ദൈവത്തിന് സ്തോത്രം. കടന്നു വന്നിരിക്കുന്ന ദൈവത്തിന്റെ ശ്രേഷ്ഠന്മാരായിരിക്കുന്ന ദൈവദാസന്മാർക്ക്, ദൈവമക്കൾക്ക് ക്രിസ്തുയേശുവിലെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഞാൻ ഇവിടെ നിൽക്കുന്നതിൻ്റെ ആവശ്യം എന്തിനു വേണ്ടിയിട്ടാണ് ഇന്ന് രാത്രി ഈ മീറ്റിംഗ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്?
സഭയിൽ നമ്മുടെ സഭയിലുള്ളവരും പുറത്തുനിന്ന് ഇൻവൈറ്റീസ് ആയിട്ടുള്ളവരും ഇന്ന് കടന്നു വന്നിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം കാണും, എന്താണ് ഈ മീറ്റിങ്ങിൻ്റെ അർത്ഥം? അതൊന്ന് ഒരു വാക്കിൽ നിങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ ഇരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ ദാസൻ സൂചിപ്പിച്ചതുപോലെ 126 സങ്കീർത്തനം 3-ാമത്തെ വാക്യമാണ് അടിസ്ഥാനമായിട്ട് എനിക്ക് പറയുവാനായിട്ടുള്ളത്. യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. ഇത് കർത്താവിന്റെ സന്നിധിയിൽ സന്തോഷത്തോടെ നന്ദി കരയറ്റുന്ന ഒരു കൂട്ടായ്മയാണ്. നടത്തിയ വിധങ്ങളെ ഓർത്ത് ഒന്ന് തിരിഞ്ഞു നോക്കി കർത്താവിന് നന്ദി അർപ്പിക്കുവാൻ. We just gathered here to say, Lord, we thank you. And all of you who have come from outside are joining us today to say, thank you, Lord. Thus far you have led us. ഇത്രത്തോളം ഞങ്ങളെ നടത്തിയ ദൈവത്തിന് ഹല്ലേലൂയ സ്തോത്രം. ദൈവജനമേ, നമുക്ക് ഒരുമിച്ച് ഇന്ന് രാത്രികാലം മഹത്വം കരയേറ്റുവാനായിട്ടുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ 1995 3 കുടുംബങ്ങൾ ചേർന്ന് ഒരു ചെറിയ കൂട്ടായ്മയായിട്ട് ഹല്ലേലൂയ പാസ്റ്റർ സജിയുടെ ഭവനത്തിൽ ഈ ഒരു സംരംഭത്തിന് തുടക്കം കുറിക്കുവാൻ ദൈവം കൃപ ചെയ്തു. ഏകദേശം 9 വർഷത്തോളം കഴിഞ്ഞതിന് ശേഷം 2004 ദൈവഹിത പ്രകാരം ദൈവം തന്ന ദർശനത്തിനനുസരിച്ചിട്ട് ഒരു സഭയായിട്ട് ഡിക്ലെയർ ചെയ്യുവാൻ ദൈവം കൃപ ചെയ്തു. ഇന്ന് ഏകദേശം 10 വർഷം ഈ ദൈവസഭ പിന്നിട്ടിരിക്കുന്നു. ഈ ദേശത്ത് ഉയർച്ചകളിലൂടെ, താഴ്ചകളിലൂടെ, കണ്ണുനീരിലൂടെ, കഷ്ടങ്ങളിലൂടെ കടന്നുപോയ അനേക ദിനരാത്രങ്ങള്, പ്രാർത്ഥനയില്, ദൈവസന്ധിയില് ചോദിച്ച ഓരോ കാര്യങ്ങൾക്കും ശക്തമായിട്ട് ദൈവം മറുപടി തന്ന് സഹായിച്ച ദിനങ്ങള്. ഹല്ലേലൂയ. ദൈവം തന്ന ദർശനം കൊലോസ്യ ലേഖനം 1:28 നിന്ന് ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുക എന്നുള്ള ദൈവിക ദർശനത്തോടു കൂടി കർത്താവ് ഈ സഭയെ ഇത്രത്തോളം നടത്തി. ഈ ദേശത്ത് മാത്രമല്ല, കർത്താവ് പറഞ്ഞയച്ച അനേക ദേശങ്ങളില് കർത്താവിൻ്റെ വചനവുമായിട്ട് കടന്നു ചെല്ലുവാൻ ഈ സഭയ്ക്ക് ഭാഗ്യം ലഭിച്ചു. ആഫ്രിക്കയില്, ഹല്ലേലൂയ, ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളില്, കാനഡയില്, ഈ ദേശത്ത് ഹല്ലേലൂയ ദൈവത്തിന്റെ മഹത്വമായിട്ട് നിൽക്കുവാൻ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം കൃപ ചെയ്തു. When we really look back, what are we receiving? We see a God who has been faithful enough to lead us. ഗോലിയാത്തിന്റെ മുൻപിൽ ദാവീദ് നിൽക്കുന്ന സമയത്ത് അവനൊന്ന് തിരിഞ്ഞു നോക്കി കാട്ടിലൂടെ നടന്ന സമയത്ത്, കരടിയുടെ മുൻപിൽ അകപ്പെട്ട സമയത്ത്, സിംഹത്തിന് മുൻപിൽ അകപ്പെട്ട സമയത്ത് തന്നെ രക്ഷിച്ച ഒരു ദൈവത്തെ അവന് കാണുവാനായിട്ട് സാധിച്ചു. ആ ഒരു ശക്തി അവന് ഗോലിയാത്തിനെ എതിരിടുവാനായിട്ട് മതിയായതായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവമക്കളെ, നമ്മൾ ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ, എൻ്റെ സ്വർഗത്തിലെ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ ഓർത്ത് ദൈവത്തിന് ഒരുമിച്ച് സ്തോത്രം ചെയ്യുവാൻ, നടത്തിയ 10 വർഷങ്ങളൊന്ന് തിരിഞ്ഞു നോക്കി കർത്താവിന് സ്തോത്രം ചെയ്യാൻ മാത്രമല്ല, മുന്നോട്ട് നോക്കുമ്പോൾ കർത്താവ് തന്നിരിക്കുന്ന ദൗത്യം നിറവേറ്റുവാൻ, നിർവഹിക്കുവാൻ ദൈവകൃപയ്ക്ക് വേണ്ടിയിട്ട് യാചിച്ചുകൊണ്ട് ഇന്ന് രാത്രി ഇവിടെയുള്ള വലിയ ദൈവത്തിന്റെ സഭയാം കുടുംബത്തോട് ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ ഒന്ന് ആരാധിക്കുവാനായിട്ട്, സ്തോത്രം ചെയ്യുവാനായിട്ട് ഇന്ന് രാത്രി സഭയായിട്ട് ഞങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു. അതിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കായിട്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. രണ്ടാമത് എന്തിനു വേണ്ടി ഇവിടെ കൂടിയിരിക്കുന്നു? ഇന്ന് രാത്രികാലം ദൈവം തന്ന ദർശനത്തിനനുസരിച്ചിട്ട് ഹല്ലേലൂയ മുന്നോട്ടുള്ള നടത്തിപ്പിനായിട്ട് അനേക വർഷങ്ങൾക്ക് മുൻപ് കർത്താവ് തന്ന ഒരു ആലോചനയായിരുന്നു ഷോഫാർ മാഗസിൻ. അതിൻ്റെ ഇന്ന് ആ മാഗസിൻ്റെ പ്രകാശനം കൂടി ഇവിടെ നടക്കുകയാണ്. ടുനൈറ്റ് വി ആർ ഗോയിങ് ടു ഓപ്പൺ ഓർ ഒരു ഷോഫാർ എന്ന് പറയുന്ന മാഗസിന് ഇവിടെ പ്രകാശനം ചെയ്യുവാനായിട്ട് നമ്മൾ കൂടി വന്നിരിക്കുന്നു. എല്ലാം സകലത്തിലും ദൈവം സകലവുമായി മഹത്വം എടുക്കേണ്ടതിന് നിങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ചോദിച്ചു കൊള്ളുന്നു. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ദൈവം നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ദൈവം സകലത്തിലും മഹത്വം എടുക്കട്ടെ. ദേശത്തിന് നടുവിൽ മാത്രമല്ല, നമ്മളെ ആക്കി വയ്ക്കുന്ന എല്ലാ ദേശങ്ങളിലും കർത്താവിന് മഹത്വം ഉണ്ടാകാനായിട്ട് ഇടയായി തീരട്ടെ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. തുടർന്ന് കടന്നു വന്നിരിക്കുന്നവരെ സ്വാഗതം ചെയ്യുവാനായിട്ട് പ്രിയ മോനച്ചൻ ബ്രദർ മുന്നോട്ട് കടന്നു വരുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് സകല മഹത്വവും. ഇപ്രകാരം കൂടി വരുവാൻ ഒരവസരത്തെ ദൈവം ഒരുക്കി തന്നതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഷെപ്പേർഡ് ഇൻ്റർനാഷണൽ മിനിസ്ട്രിയെ പ്രതിനിധാനം ചെയ്ത് കർത്തൃനാമത്തിൽ എവരെയും സ്വാഗതം ചെയ്യുക എന്നൊരു കർത്തവ്യം എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നു. സമയത്തിൻ്റെ പരിമിതികളുണ്ട്, അതുകൊണ്ട് എത്രയും വേഗം ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. We give all glory
and praise to our Lord Jesus Christ by giving this great opportunity to us to celebrate our 10th anniversary of Good Shepherd International Ministry. Let us pray together to welcome the presence of the Lord with His Holy Spirit tonight in our midst. സകല മഹത്വവും കർത്താവിന് നൽകി തരികയാണ്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന എല്ലാ ദൈവദാസന്മാരെയും പേര് എണ്ണി പറയുവാനായിട്ടല്ല, കർത്താവ് ഞങ്ങൾക്ക് തന്ന ദർശനപ്രകാരം ഞങ്ങൾ വിളിച്ചു, അവരതിന് പ്രകാരം കടന്നു വന്നു. അവരുടെ ആ സാന്നിധ്യം ഞങ്ങൾക്ക് സന്തോഷവും അനുഗ്രഹവുമാകിയാൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സകല ദൈവദാസന്മാരെയും സഭയായി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വരുവാൻ സമ്മതിച്ച ബ്രദർ ലോഡ്സൺ ആൻ്റണിയെയും സംഘാംഗങ്ങളെയും കർത്തൃനാമത്തിൽ ഈ സഭയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഈ രാത്രികാലം ദൈവത്തെ ആരാധിപ്പാൻ നമ്മളെ സഹായിക്കേണ്ടതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രിയ സഹോദരനെയും സംഘാംഗങ്ങളെയും സഹായിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതിലെല്ലാം ഉപരിയായി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിട്ടുള്ള എല്ലാ സഹോദര സഭകളിലെയും അംഗങ്ങളെയും സഹോദരിമാരെയും ഞങ്ങളുടെ ഫ്രണ്ട്സ്, ഞങ്ങളുടെ കൂട്ടു സഹോദരങ്ങൾ ഏവരെയും കർത്തൃനാമത്തിൽ ഇതിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. Once again, let me extend our wholehearted welcome on behalf of Good Shepherd International Ministry. Hope you will have a blessed and enjoyable evening with Christ and His bride. Thank you. Praise the Lord. Thank you, Gibson brother. And now we're going to have a time of singing with Brother Lodson Anthony. So I invite Brother Lodson for the time of singing with us. Hallelujah. Praise the Lord. Hallelujah. ചേർന്ന് നല്ലൊരു ഹല്ലേലൂയ പറയുമോ? സന്തോഷത്തോടെ ചിരിച്ച മുഖത്തോടെ ഒരിക്കൽ കൂടി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അനുഗ്രഹീതമായ നല്ല നിമിഷമാണ്. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഈ ദേശത്ത് കടന്നു വരുവാൻ ഗുഡ് ഷെപ്പേർഡ് ചർച്ചിൻ്റെ 10th ആനിവേഴ്സറിയിൽ സഭ ഒരുമിച്ച് കർത്താവിന് നന്ദി പറയുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുവാൻ കേരളത്തിൽ നിന്നും ഞങ്ങളെയും കർത്താവ് കൂട്ടിവരുത്തിയ ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് ഇവിടെ ആയിരിക്കുമ്പോൾ ഓരോ നിമിഷവും ഓരോ സാഹചര്യങ്ങളിലും സകല നേരത്തും നമ്മെ സൂക്ഷിക്കുന്ന, നമ്മെ പരിപാലിക്കുന്ന, നമ്മെ കൈവിടാതെ നമ്മെ മാറോട് ചേർക്കുവാൻ കൊതിക്കുന്ന നല്ല കർത്താവിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ടെന്ന് വിശ്വസിക്കുന്നവർ മാത്രം അക്കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. വളരെ സന്തോഷം തോന്നുന്നു, വളരെയധികം സന്തോഷം തോന്നുന്നു. ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് ആ കർത്താവിനെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ കഴിയുമെങ്കിൽ എല്ലാ കണ്ണുകളും അടച്ച് ചില നിമിഷങ്ങൾ ആ കർത്താവിനെ ഒന്ന് സ്തുതിക്കുവാൻ കഴിയുമോ? എല്ലാ കണ്ണുകളും അടച്ച് അല്പസമയം യേശുവിനെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായി, വാക്കു മാറാത്തവനായി സർവശക്തന്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. ലോകം അനർത്ഥങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, അപകടങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വചനം ഇങ്ങനെ പറയുന്നു, നീതിമാന് അനർത്ഥം അസംഖ്യമാകുന്നു, എങ്കിലും അവയിലൊന്നും പെടാതെ വണ്ണം യഹോവ അവനെ പരിപാലിക്കുന്നു. നാം അനുഭവിക്കുന്നത് ഒരു ദൈവിക സംരക്ഷണമാണ്, ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനാണ്. ആ ദൈവത്തെ സ്തുതിക്കുവാൻ ഇപ്പോൾ ലഭിച്ച ഈ സാവകാശം അത് പാഴാക്കാതെ ഹൃദയം തുറന്ന് കർത്താവിനെ സ്തുതിക്കുവാൻ, വായ്കൾ തുറന്ന് മഹത്വപ്പെടുത്തുവാൻ. We praise you, Lord. We praise you, Lord. We praise you, Lord. We praise you, Lord. കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ആരാധന 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 ആരാധന
ആരാധന, praise, ആരാധന, 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 തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ, തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാർഗ്ഗം ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാർഗ്ഗം ചാരുന്നു ഞാൻ. ശബ്ദമുയർത്തി ആരാധന, 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 എല്ലാ ശബ്ദമുയർത്തി ചേർന്ന് പാടുമോ? ആരാധന, 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 ആരാധന. Praise God. തുടർന്നുള്ള നിമിഷങ്ങൾ നാം ചില ഗാനങ്ങൾ ശ്രവിക്കുകയല്ല, കേൾക്കുക മാത്രമല്ല, അത് ഒരുമിച്ച് പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഈ ചുരുങ്ങിയ സമയമാണ് നമുക്കുള്ളത്. അതൊരു 2 സ്ലോട്ടായിട്ട് വേർതിരിച്ചിട്ടുണ്ടെങ്കിലും കേട്ടിരിക്കുവാനുള്ള ഒരു സമയം നമുക്ക് വേണ്ട. കാരണം കർത്താവ് നമ്മെ നടത്തിയ വിധങ്ങൾ ഓർത്താൽ നന്ദി പറഞ്ഞു തീർക്കുവാൻ ഈ ഒരു ജന്മം മതിയാവുകയില്ല. ഹല്ലേലൂയ. ആ കർത്താവിനെ സ്തുതിക്കുവാൻ ഒരു മടിയും കാണിക്കേണ്ട. ചേർന്ന് നമ്മുടെ കർത്താവിനെ പാടി മഹത്വപ്പെടുത്താം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വാനവും ഭൂമിയും ചമച്ചവനെ വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ. വാനവും ഭൂമിയും ചമച്ചവനെ മഹിമയിൽ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൽ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ.
സ്തുത്യർത്ഥനാഥന്റെ കരവിരുത് സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ. സ്തുത്യർത്ഥനാഥന്റെ കരവിരുത് മഹിമയിൽ പ്രഭുത മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിനെ. മഹിമയിൽ പ്രഭുത മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിനെ. യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എൻ ആശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. ഒരുമിച്ച് പാടുമോ? യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എൻ ആശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും മാത്രമേ. കീർത്തിക്കും ഞാൻ എന്നേശുപര, കർത്തനു തുല്യനായി ആരുമില്ല. പാടുമ്പോൾ ഒരുമിച്ച്. കീർത്തിക്കും ഞാൻ എന്നേശുപര, കർത്തനു തുല്യനായി ആരുമില്ല. ഒരിക്കൽ കൂടെ ചേർന്ന്. കീർത്തിക്കും ഞാൻ എന്നേശുപര, കർത്തനു തുല്യനായി ആരുമില്ല. Once again. കീർത്തിക്കും ഞാൻ എന്നേശുപര, കർത്തനു തുല്യനായി ആരുമില്ല. മഹിമയിൽ പ്രഭുത മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിനെ. മഹിമയിൽ പ്രഭുത മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിനെ. യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എൻ ആശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. ശബ്ദമുയർത്തി ഒരുമിച്ച്. യേശുനാഥ നീ എൻ, യേശുനാഥ യേശുനാഥ നീ എൻ ആശ്രയം, നീ എൻ ആശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനെ. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനെ. ഒരുമിച്ച് പാടുമോ? വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും, വാനവും ഭൂമിയും ചമച്ചവനെ. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനെ. മഹിമയിൽ പ്രഭുത മഹത്വത്തിൻ യോഗ്യൻ മാനവും
മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥാ നീ എൻ ദൈവം. യേശുനാഥാ നീ എൻ ആശ്രയം. യേശുനാഥാ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. എല്ലാ ശ്രമവും യേശുനാഥാ നീ എൻ ദൈവം. യേശുനാഥാ നീ എൻ ആശ്രയം. യേശുനാഥാ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. എന്റെ കോട്ടയും നീ മാത്രമേ. എന്റെ കോട്ടയും നീ മാത്രമേ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. പറയാൻ കഴിയുമോ വാക്ക്? യേശുവാണ് എൻ്റെ ആശ്രയം, യേശുവാണ് എൻ്റെ സകലതും. ഹല്ലേലൂയ. ആമേൻ. തുടർന്ന് പാടുവാൻ പോകുന്നൊരു പാട്ട്, സൃഷ്ടാവാം ദൈവമേ എൻ്റെ യേശുവേ, നിത്യനാം ദൈവമേ എൻ്റെ യേശുവേ, ഉന്നതനാം നായകനെ, വന്ദിതനാം നായകനെ, സൗഖ്യത്തിൻ നായകനെ, കർത്താതി കർത്താവേ, വരുന്നു ഞാൻ നിൻ തിരുസന്നിധിയിൽ. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഇത് ദൈവത്തിൻ്റെ സന്നിധിയാണ്? വാഗ്ദത്തം ചെയ്ത കർത്താവ് വിശ്വസ്തനായി നമ്മുടെ മധ്യമുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആ വ്യക്തിയുടെ മുഖത്തേക്കൊന്ന് നോക്കി നല്ലതുപോലെ ഒന്ന് ചിരിച്ച് ആ കൈയൊന്ന് കൊടുത്തിട്ട് ചോദിക്കുമോ, ആർ യു ഹാപ്പി? അത് ചോദിച്ചേ. ജസ്റ്റ് ആസ്ക്, ആർ യു ഹാപ്പി? ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. കാരണം യേശു ഇവിടെ നിന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? കർത്താവ് ഇവിടെ നിന്ന് വ്യക്തിപരമായി ഓരോരുത്തരെയും കർത്താവ് ശ്രദ്ധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഈ സ്റ്റേജിൽ നിൽക്കുന്ന ഞങ്ങളെ മാത്രമല്ല, മുൻനിരയിലിരിക്കുന്ന പാസ്റ്റേഴ്സിനെ മാത്രമല്ല, ഇതിനകത്തിരിക്കുന്ന ഈച്ച് ആൻഡ് എവ്രി വൺ, എല്ലാവരെയും കർത്താവ് പ്രത്യേകമായി നോക്കുന്നുണ്ട്. അതിലൊരു വ്യക്തിയുടെ മുഖം പോലും വാടിയിരിക്കുന്നത് എൻ്റെ ദൈവത്തിന് ഇഷ്ടമല്ല. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്നത് അവൻ്റെ മുഖത്ത് ആ രക്ഷയുടെ സന്തോഷം കാണണമെന്നാണ്. ഹല്ലേലൂയ. തകർന്നവരായിരുന്നു നാം, നിന്ദിക്കപ്പെട്ടവരായിരുന്നു, തള്ളപ്പെട്ടവരായിരുന്നു. ഹല്ലേലൂയ. ആരംഭിച്ചപ്പോൾ 1-2 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് വിശ്വസ്തനായി കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഇന്ന് എണ്ണത്തിൽ വർദ്ധിക്കുമ്പോഴും കർത്താവ് ഇവിടുന്ന് പോയിട്ടില്ല. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യമുണ്ട്. ഹല്ലേലൂയ. ഞാനിപ്പോൾ പാടാൻ പോകുന്ന പാട്ട് അത് എഴുതിയത് ഞങ്ങളുടെ ഒരു സുഹൃത്താണ്. എൻ്റെ പേര് ജോമോൻ എന്നാണ്. എത്ര പേര് വിശ്വസിക്കുന്നത് ഞാൻ കാണാൻ സുന്ദരനാണ്, സുന്ദരിയാണെന്ന് എത്ര പേർക്ക് തോന്നുന്നുണ്ട്? ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഞാൻ പറയും, ഇതിനകത്തിരിക്കുന്ന സകല വ്യക്തികളെക്കാളും ഏറ്റവും സുന്ദരൻ ഞാനാണ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ചിലപ്പോൾ നിങ്ങൾക്കൊരു തമാശയായിട്ട് തോന്നും, പക്ഷേ എന്നെ സംബന്ധിച്ച് ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരൻ ഞാൻ തന്നെയാണ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. കാരണം എൻ്റെ അകത്തിരിക്കുന്നത് മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തുവാണ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്നെ കുറച്ച് കാണുവാൻ കഴിയത്തില്ല. ആമേൻ. പക്ഷേ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. ഒന്ന് നോക്കൂ നിങ്ങളുടെ അടുത്തിരിക്കുന്ന വ്യക്തിയുടെ മുഖത്തേക്ക്. എത്ര സുന്ദരനാണ്, എത്ര സുന്ദരിയാണ് നിങ്ങളുടെ അടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. പക്ഷേ ഞങ്ങളുടെ ഈ പാട്ട് എഴുതിയ സുഹൃത്ത് താൻ ജനിക്കുമ്പോൾ താൻ അത്ര സുന്ദരനായിട്ടല്ല ജനിച്ചത്. നമുക്കുള്ളതുപോലെ ഒരു മുഖമായിരുന്നില്ല തനിക്ക്. തൻ്റെ ഫേസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തൻ്റെ ഏകദേശം ഈ ഭാഗം വരെ നമുക്ക് കാണുവാൻ കഴിയും. വലിയൊരു ഒരു വിള്ളൽ തൻ്റെ മുഖത്തുണ്ടായിരുന്നു. ജനിക്കുന്ന സമയത്ത് തന്നെ, ജനിച്ചപ്പോൾ തന്നെ 2 ഓപ്പറേഷന് താൻ വിധേയനായി. 2 ഫെയിലായിപ്പോയി. ഏകദേശം 10ഓളം ഓപ്പറേഷൻസ് തൻ്റെ ശരീരത്തിൽ ചെയ്തു. താൻ ജനിക്കുമ്പോൾ തനിക്ക് വോക്കൽ കോഡിൻ്റെ ഒരു പാർട്ട് ഇല്ലായിരുന്നു. അതിപ്പോഴും ഇല്ല. പക്ഷേ താൻ കർത്താവിനെ പാടി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സംസാരിക്കുവാൻ കഴിയുന്ന ഒരു അവയവമാണ് വോക്കൽ കോഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഭാഗമില്ലാതെ തന്നെ ദൈവത്തെ പാടി സ്തുതിക്കുന്നത് വലിയൊരു അത്ഭുതമാണ്. ഹല്ലേലൂയ. താൻ ഈ പാട്ട് എഴുതിയിട്ട് ഇത് പാടുവാൻ വേണ്ടി എന്നെയാണ് വിളിച്ചത്. ഞാനവിടെ ചെന്ന് ഈ പാട്ടിങ്ങനെ കേൾക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ വലിയൊരു ചോദ്യം ഉണ്ടായി. ഞാൻ ചോദിച്ചു, മോനെ, സൃഷ്ടാവിനെ ഇത്ര സന്തോഷമായി വർണ്ണിക്കുവാൻ നിന്നെ കൊണ്ട് എങ്ങനെ കഴിഞ്ഞു? കാരണം നിന്റെ സൃഷ്ടിയിൽ അത്ര ഒരു പൂർണ്ണത നിനക്ക് കിട്ടിയിരുന്നില്ല. വളരെ ഒരു വികൃതമായൊരു ഭാവമായിരുന്നു നിനക്കുണ്ടായിരുന്നത്. പക്ഷേ എന്നിരുന്നിട്ട് പോലും ഈ സൃഷ്ടാവിനെ എങ്ങനെ നിനക്ക് ഇത്ര ഉയർത്തി പാടുവാൻ കഴിയുന്നു എന്ന് ചോദിച്ചപ്പോൾ താൻ വളരെ ചിരിച്ചുകൊണ്ട് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, അച്ഛാ, എൻ്റെ കർത്താവ്
എൻ്റെയും അച്ചായൻ്റെയും ഈ ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങൾ വഹിച്ച് കാൽവറിയിൽ യാഗമായപ്പോൾ, സ്വർഗത്തിൻ്റെ മഹിമകളൊക്കെ വിടിഞ്ഞ് ആ യേശു കാൽവറിയിൽ യാഗമായപ്പോൾ അവനെക്കുറിച്ചൊരു വാക്യം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവൻ്റെ മുഖം വിരൂപമാക്കപ്പെട്ടു. ഹല്ലേലൂയ. എന്ന് താൻ എന്നോട് പറഞ്ഞു, ഈ വിരൂപതയെ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി സഹിച്ച ആ വിരൂപതയെ ഓർക്കുമ്പോൾ ഇതൊന്നും ഒന്നുമേ അല്ലെന്ന്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഒരു കൊച്ചു മുഖക്കുരു, നമ്മുടെ ഒരു ചെറിയൊരു പിമ്പിൾ വന്നാൽ മതി, നമ്മുടെ എല്ലാവരുടെയും മുഖമൊക്കെ വാടും. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. പക്ഷേ തൻ്റെ സൃഷ്ടിയിൽ ഒരു പൂർണ്ണത ലഭിക്കാഞ്ഞിട്ട് പോലും 10ഓളം ഓപ്പറേഷൻസ് ചെയ്തിട്ടാണ് തനിക്കൊരു മുഖം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. എന്നിട്ട് പോലും ആ പ്രിയ പൈതൽ, വലിയ പ്രായമൊന്നുമില്ല, ചെറിയ പയ്യന, താൻ എഴുതി, ഈ സൃഷ്ടാവാം ദൈവമേ എന്നേശുവേ, നിത്യനാം ദൈവമേ എന്നേശുവേ, ഉന്നതനാം നായകനെ, വന്ദിതനാം നായകനെ, സൗഖ്യത്തിൻ ദായകനെ, കർത്താതി കർത്താവേ, വരുന്നു ഞാൻ നിൻ തിരുസന്നിധിയിൽ. ഹല്ലേലൂയ. ഈ പാട്ട് പാടി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഇതറിയാവുന്നവർ ഇതിനകത്തുണ്ട്. നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ പാടി ശ്രദ്ധിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ഗോഡ്. എന്നേശുവേ, നിത്യനാം ദൈവമേ എന്നേശുവേ, സൃഷ്ടാവാം ദൈവമേ എന്നേശുവേ, നിത്യനാം ദൈവമേ എന്നേശുവേ, ഉന്നതനാം നായകനെ, വന്ദിതനാം നായകനെ, സൗഖ്യത്തിൻ ദായകനെ, കർത്താതി കർത്താവേ, വരുന്നു ഞാൻ നിൻ തിരുസന്നിധിയിൽ. പരിശുദ്ധനെ രാജാവേ, അങ്ങേ വാഴ്ത്തിടുന്നിതാ. ധീരനാം ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനെ രാജാവേ, അങ്ങേ വാഴ്ത്തിടുന്നിതാ. വീരനാം ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. അവനെൻ്റെ ശൈലവും എൻ കോട്ടയും, അവനെൻ്റെ രക്ഷയും എന്നാശ്രയം. അവനെൻ്റെ ശൈലവും എൻ കോട്ടയും, അവനെൻ്റെ രക്ഷയും എന്നാശ്രയം. എൻ പാറയാകുന്നവൻ, എൻ പരിചയാകുന്നവൻ, അവനെൻ്റെ ഉപമീതിയേ. എൻ പാറയാകുന്നവൻ, എൻ പരിചയാകുന്നവൻ, അവനെൻ്റെ ഉപമീതിയേ. പരിശുദ്ധനെ രാജാവേ, അങ്ങേ വാഴ്ത്തിടുന്നിതാ. വീരനാം ദൈവമേ,
നിൻഹിതം പോലെന്നെ നടത്തണേ, പോകേണ്ട വഴി എന്നെ കാണിക്കണേ. ൂരിരുളായാലും താഴ്വരയായാലും എൻ കൂടെ ഇരിക്കുന്നോനേ. ൂരിരുളായാലും താഴ്വരയായാലും എൻ കൂടെ ഇരിക്കുന്നോനേ. പരിശുദ്ധരേ രാജാവേ അങ്ങേ വാഴ്ത്തിടുന്നീതാ, വീരനാം ദൈവമേ അങ്ങേ നമിച്ചിടുന്നേ. പരിശുദ്ധരേ രാജാവേ അങ്ങേ വാഴ്ത്തിടുന്നീതാ, വീരനാം ദൈവമേ അങ്ങേ നമിച്ചിടുന്നേ. Praise God. Hallelujah. അവസാനം പാടിയ ആ സ്റ്റാൻസ എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ട്? നിൻഹിതം പോലെ എന്നെ നടത്തണമേ, പോകേണ്ട വഴി എന്നെ കാണിക്കണമേ. ഈ 10 വർഷമായി ചർച്ച് ഇവിടെ നിൽക്കുമ്പോൾ വിശ്വസിക്കുന്നുണ്ടോ കർത്താവ് കാണിച്ച വഴികളിലൂടെയാണ് ഇത്രത്തോളം കർത്താവ് സൂക്ഷിച്ചത്? ഹല്ലേലൂയ. ആ ദൈവം നടത്തിയ വഴികളിലൂടെ നാം പോയാൽ ഒരു കാരണവശാലും നിരാശയോടുകൂടെ തിരിഞ്ഞു നോക്കേണ്ട ഒരു ആവശ്യം നമുക്കുണ്ടാകത്തില്ല. ഹല്ലേലൂയ. കൂരിരുൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും താഴ്വരയുടെ അനുഭവമാണ് നമുക്കുണ്ടാകുന്നതെങ്കിലും നമ്മെ സൂക്ഷിക്കുവാനും നമ്മെ പരിപാലിക്കുവാനും നമ്മുടെ ദുഃഖത്തിലും സന്തോഷത്തിലും സകലത്തിലും ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ടെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ആ വരികൾ ഞങ്ങളോടൊന്ന് ചേർന്നത് പാടുമോ? നിൻഹിതം പോലെ എന്നെ നടത്തണമേ, പോകേണ്ട വഴി എന്നെ കാണിക്കണമേ, കൂരിരുളായാലും താഴ്വരയായാലും എൻ കൂടെ ഇരിക്കുന്നവനെ. ഒരുമിച്ച് ചേർന്ന് നമ്മുടെ കർത്താവിനൊന്ന് സ്തുതിക്കാം. നിൻഹിതം പോലെന്നെ നടത്തണേ, പോകേണ്ട വഴി എന്നെ കാണിക്കണേ. ചേർന്ന് പാടുമ്പോൾ നിൻഹിതം പോലെന്നെ നടത്തണേ, പോകേണ്ട വഴി എന്നെ കാണിക്ക. അക്കാരങ്ങളെ തട്ടി ഒരിക്കൽ കൂടെ പാടിക്കേ. നിൻഹിതം പോലെന്നെ നടത്തണേ, പോകേണ്ട വഴി എന്നെ കാണി. ചിരിച്ച മുഖത്തോടെ സന്തോഷത്തോടെ ഒരിക്കൽ കൂടെ. നിൻഹിതം പോലെന്നെ നടത്തണേ, പോകേണ്ട വഴി എന്നെ കാണിക്ക. കൂരിരുളായാലും താഴ്വരയായാലും എൻ കൂടെ ഇരിക്കുന്നോനെ, എൻ കൂടെ ഇരിക്കുന്നോനെ. കൂരിരുളായാലും താഴ്വരയായാലും അവൻ എൻ കൂടെ ഇരിക്കുന്നോനെ. പരിശുദ്ധരേ രാജാവേ അങ്ങേ വാഴ്ത്തിടുന്നീതാ, വീരനാം ദൈവമേ അങ്ങേ നമിച്ച്. ശബ്ദമുയർത്തി. പരിശുദ്ധരേ രാജാവേ അങ്ങേ വാഴ്ത്തിടുന്നീതാ, വീരനാം ദൈവമേ അങ്ങേ. പരിശുദ്ധരേ രാജാവേ അങ്ങേ വാഴ്ത്തിടുന്നീതാ, വീരനാം ദൈവമേ അങ്ങേ നമിച്ചിടുന്നേ. പരിശുദ്ധരേ രാജാവേ അങ്ങേ വാഴ്ത്തിടുന്നീതാ, വീരനാം ദൈവമേ അങ്ങേ നമിച്ചിടുന്നേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷമുണ്ടോ നിങ്ങൾക്ക്? Praise God. ഒരു തമിഴ് സോങ് നമുക്കൊന്ന് പാടാം, കർത്താവിനെ സ്തുതിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു പാട്ടാണ്. പാപങ്ങൾ പോക്കവേ, சாபங்கள் நீக்கவே, பூலோகம் வந்தாரையா, மனிதனை மீட்கவே, பரலோகம் திறக்கவே, சிலுவையை சுமந்தாரையா, കണ്ണീரை തുടത്താരയ്യ, സന്തോഷം തന്നാരയ്യ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? പറയുമ്പോൾ എൻ്റെ കണ്ണുനീർ തുടച്ചത് എൻ്റെ യേശുവാണ്. ഹല്ലേലൂയ. പറയുമ്പോൾ ഒന്ന് വിളിക്കുക, എൻ്റെ യേശുവേ. ശക്തിയോടെ ഒരിക്കൽ കൂടി, എൻ്റെ യേശുവേ. എന്തൻ യേശുവേ, എന്തൻ യേശുവേ.
എന്തൻ യേശുവേ, എന്തൻ യേശുവേ. ആ സ്നേഹത്തോടെ ഒന്ന് വിളിക്കാൻ പറ്റുമോ? എന്തൻ യേശുവേ. കുറച്ചും കൂടെ സ്നേഹത്തോടെ, കുറച്ചും കൂടെ സ്നേഹത്തോടെ എന്തൻ യേശുവേ. കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ നമ്മളിങ്ങനെ ഓമനിച്ച് വിളിക്കത്തില്ലേ, പൊന്നു മോനെ, ചക്കര മോനെ എന്നൊക്കെ വിളിക്കുന്ന പോലെ. അങ്ങനെയൊക്കെ യേശുവിനെ സ്നേഹിക്കാൻ നമ്മളെ കൊണ്ട് കഴിയും. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ചേർന്ന് ഇവിടെ കർത്താവിനെ പാടി മഹത്വപ്പെടുന്ന ദൈവത്തെ അനുഗ്രഹിക്കണം. പ്രൈസ് ഗോഡ്. കരങ്ങളെ തട്ടി. പാവങ്ങൾ പൂക്കൗവെ, ശാപങ്ങൾ നീക്കൗവെ, ഭൂലോകം വന്നാരയ. മഹിതാനം നീക്കൗവെ, പരലോകം നീക്കൗവെ, സിലുവായി സുമന്നാരയ. പാവങ്ങൾ പൂക്കൗവെ, ശാപങ്ങൾ നീക്കൗവെ, ഭൂലോകം വന്നാരയ. മഹിതാനം നീക്കൗവെ, പരലോകം നീക്കൗവെ, സിലുവായി സുമന്നാരയ. കണ്ണീരായി സന്തോഷം കണ്ടാരയ, കണ്ണീരായി തുണിതാരയ, സന്തോഷം കണ്ടാരയ. ശതമയല്ലി എന്താ യേശുവേ, എന്താ യേശുവേ, എന്താ യേശുവേ, എന്താ യേശുവേ, എന്താ நான் தேடி போகவில்லை, என்னை தேடி வந்தாரையா. நான் தேடி போகவில்லை, என்னை தேடி வந்தாரையா. எந்த இயேசுவே, எந்த இயேசுவே, எந்த இயேசுவே, எந்த சகோதரனே சொல்லுங்க. எந்த Right now, we are going to go to a few minutes releasing the magazine, which is Shofar. I invite Brother Thomas Samuel, who has been the architect behind this, to introduce the purpose behind this magazine. Giving all the glory, honor, and praises to our God, Almighty God, and to Him alone. Respected pastors, dear special guests for this evening, and the saints of God. It's a privilege and honor for me to stand here in this place, lifting the name of our risen Lord Jesus Christ. In my allotted time, I would like to pinpoint 3 words which can be beneficial and effective in everyone's life who was sitting here, whether it is a personal or it is a ministry based. Let's
Please listen carefully. These three words are destiny, roadmap, milestone. Let me repeat it. Destiny, roadmap, and milestone. We, Good Shepherd International Ministries, covered these first two words, destiny and roadmap, through our vision and mission statement. And what is the third one? Milestone. In every business, whether it is kingdom business or secular business, there are two important components we will come across. One is transport and the other one is communication. I skipped the transport because of the time constraint, and I moved to the communication side. GSMI, which is our ministry's short form, GSMI has its own media ministry at this moment in time. When I say media ministry, we have website and other interactive communication channels such as Facebook, WhatsApp, and finally we have come up with a publication printed to be made available for each and every one of you who are seated here, and not only to that, to you, but to the outside world as well. Its name is Shofar. With much and relentless effort, we have made it possible to have it printed for distribution for everyone. The coverage it covers: spiritual insights, messages, testimonies, there is children corner, ministry updates, etc. Being the first edition of our first effort, there could be so many flaws and shortcomings. And we are committed that in the coming editions, we will try to improve our standards and our presentation in every way. But I want you, all of you, to encourage our effort. And please feel free to send any suggestion for improvement. You will see our website and email address on the back of the magazine. And please feel free that we are open for criticism. Rather, healthy criticism can really improve the standards of the magazine. Coming back to the milestone, the third point. Our 10th anniversary we are celebrating at this moment, and this is a milestone. As a church, we are publishing this magazine. And let me point out two persons' life in the Old Testament. One is Jacob. Jacob, in the book of Genesis, he had a dream. A ladder going up, right up to the heaven, and the angels were going up and down. And on that night, he was sleeping on the pillow, കല്ലെടുത്ത് തലയണയാക്കി വെച്ച് ഉറങ്ങിയതായ ഒരു സ്ക്രിപ്ചർ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. ഈ കല്ല് എടുത്ത് നാട്ടി അവൻ he erected the stone, and which was a memorial, and he worshipped God. And it was called as Bethel, which means the house of God. And second person, Joshua, while crossing the river of Jordan, Lord asked him to pick 12 stones, one each for each tribe, and they carried these stones and they crossed over the river Jordan. And they placed these stones and worshiped the Lord, and that was a memorial for the Almighty God, and they worshiped God. And at this moment in time, we commit as a church this Shofar magazine as a milestone in the history of GSMI. And I pray that this will, the coverage and what is in the magazine will be beneficial to the whole Christian community, the Christendom. And we pray that
this will be an eye-opening to all of you who are seated here. And I thank God, the Almighty God, for making this wonderful opportunity for us to come up with this Shofar magazine. Shofar is an instrument, basically, used to play to call the people of God for gathering, for assembling, on special occasions, and even for emergencies. You could see the picture of the shofar out here, and you will be getting a copy. You can feel free to take home a copy this evening. Thank you very much. Thank you, Brother Samuel. And now I invite Pastor Arun from Glorious Ministries, Dubai, to come forward and release this magazine. I have great privilege to invite Arun here because he has been part of us, and today I'm privileged to have you here, Pastor Arun. Amen. God bless. What an awesome time to be in this place right now. While I was coming this side, I left a cell meeting which we have, and I came along with my daughter. Sheba would have loved to be here too, but I was just telling the cell group as to how this ministry started and where we came from 20 years back. And it's an honor and a privilege for me to be here this evening with all of you. Let me just read one psalm before we launch this magazine. Let me just read from Psalms 105. I know that time is short. I'm not going to take much time. Oh, give thanks to the Lord. Call upon His name. Make known His deeds among the peoples. Sing to Him. Sing psalms to Him. Talk of His wondrous works. Glory in His holy name. Let the hearts of those rejoice who seek the Lord. Seek the Lord and His strength. Seek His face forevermore. Remember His marvelous works which He has done, His wonders and the judgments of His mouth. Now this evening, as we are in the, it's a milestone, as my brother said. It's a milestone. It's a great moment in any ministry to have come through this time that we are looking at. And I was amazed at the number of things that you have been able to do as a ministry, and I'm just thanking God that He has used this ministry to touch many lives. And I believe that as this magazine rightfully is named as the shofar, a shofar is like a trumpet to let the people know that there is a risen God, there is a living God. And I would just like to call on the people behind this. Okay. I would call on Pastor Edwin also to come forward at this moment to receive the magazine. But I would also call on the people who are behind this, if you would come and stand behind right here. Who are the people who put their hands together to... I know this because my wife does the magazine for us. And I know the effort, the time, the commitment that is required to do this on a sustained basis. So I'm just going to call on the people who are behind this. As a launch, let me hand this over to Pastor Edwin. And we're just going to pray for this magazine to be one of the most sustainable media ministry tool that will take this ministry across the world. Amen. Can we all stand up to our feet for a moment? Let's just raise our hands towards these people who are here, who are behind it. Lord, even this evening, Father God, we thank you, Father, for your love, your goodness, your faithfulness. And we celebrate your faithfulness over these 10 years, Father God. The way in which you have led Pastor Thomas and the team, Father God. All those who are behind this, Father God. And especially this magazine, the Shofar. Lord, I pray, Father, as it is being released this day. Lord, I pray, Father God, it will touch lives, Father God, in ways that only you can conceive, Father God. And I pray, Lord, even right now in the name of Jesus, that these people who are behind it, Lord, I pray, Father, the special anointing upon them to be able to sustain and to be able to run through with it, Father God, with a vision that you have given them, Lord.
And I pray, Father God, even right now, that this magazine will go across the world and be able to touch lives in such a way, Father God, that many will come to the saving knowledge of Christ, Lord. Daddy, I pray, Lord, that it will encourage people, Father God. Daddy, I pray, Father God, that addictions will be broken, Lord. I pray, Father God, that people will be set free and delivered to live a life set for you, Father God. Daddy, we give you glory, we give you honor, and we give you praise. In Jesus' name, amen. Amen. Praise God. Hallelujah. It's a great honor to receive this magazines. I believe the Lord will touch every lives as these magazines will be spread over the part of the world. And it's a great privilege for me and my family. My family is here also to be a part of this great event. 15 years had already left over. I've passed since I received the Lord as my Savior through the preaching and teaching of Pastor Matthew, and my brother Viju is here also. Thank you, brother. Thank you. Thank you, all of you, because our lives completely changed. As the Word of God said, if any man be with Christ, he is a new creature, and everything will be passed away, and everything will be new. And my prayer to this ministry, more souls and continuous enlargement of them. Again, my brother and sister, God bless you all, and may the anointing of Jesus will always be with His church. God bless you. Thank you. Thank you, Pastor. Thank you, Pastor. It's a joy to have Pastor Edwin with us. I called him with a purpose because there was a time കർത്താവിൻ്റെ സ്നേഹം ഈ സഹോദരനുമായിട്ട് ഷെയർ ചെയ്യുവാൻ ഞങ്ങളോട് കൂടെ കൂട്ടായ്മയിൽ ചില വർഷങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം ദൈവത്തിൻ്റെ ആലോചന അനുസരിച്ച് അവർ ഫിലിപ്പിനോ ചർച്ച് അവർ തുടങ്ങി, അദ്ദേഹത്തിൻ്റെ പാസ്റ്ററായി അത് വളർന്നു. ഇന്ന് ഈ അബുദാബിയിൽ ആ ചർച്ച ഉണ്ട്. വളരെ വേഗത്തിൽ I invite a few of the men of God to come forward for a time of felicitation. I invite Pastor Samuel and Thomas first to come over. Praise the Lord. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ഈ സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഗുഡ് ഷെപ്പേർഡ് മിനിസ്ട്രിയുടെ 10ാം വാർഷികം ആഘോഷിക്കുന്ന ഈ സമയത്തിൽ നിങ്ങളോടൊപ്പം സന്തോഷം പങ്കിടുവാൻ എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഒരുക്കിയ ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഈ ഗുഡ് ഷെപ്പേർഡ് മിനിസ്ട്രിയുടെ മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുന്നതായ കർത്താവിന് വിലപ്പെട്ട ദാസൻ പാസ്റ്റർ തോമസ് മാത്യു അവറുകൾ നമ്മൾ കേട്ടതുപോലെ കഴിഞ്ഞ 10ലധികം വർഷമായിട്ട് ഈ ദേശത്തെ, അബുദാബിയുടെ ദേശത്തെ ദൈവകൃപയിൽ ആശ്രയിച്ച് ഈ പ്രവർത്തനം തുടങ്ങുവാൻ കർത്താവ് എൻ്റെ ദാസനെ ബലപ്പെടുത്തിയല്ലോ. അതിനോടൊപ്പം നിന്ന് പ്രവർത്തിപ്പാൻ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, കുഞ്ഞുങ്ങളെ കർത്താവ് ഒരുക്കിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് കർത്താവിൻ്റെ ദാസനെ എൻ്റെ കഴിഞ്ഞ 40 വർഷമായിട്ട് വളരെ അടുത്തറിയുവാനും കർത്താവിൻ്റെ ദാസനോട് ഒരുമിച്ച് പ്രവർത്തിപ്പാനും ദൈവം ഈ മരുഭൂമി നിറവിൽ സാവകാശം തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ അറിയുന്നത് പോലെ ഇവിടെ നടക്കുന്നതായ കൊച്ചിൻ ബൈബിൾ കോളേജിൻ്റെ MD കോഴ്സിൻ്റെ പ്രിൻസിപ്പാളായിട്ട് കഴിഞ്ഞ നാളുകൾ കർത്താവിൻ്റെ ദാസൻ അതിനെ മുമ്പിൽ നിന്ന് പ്രവർത്തിപ്പാൻ, അത് നേതൃത്വം കൊടുക്കുവാൻ കർത്താവിൻ്റെ ദാസനെ സഹായിച്ചു. അതിനുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ ദാസനോട് ഒരുമിച്ച് പല സമയങ്ങൾ ചെലവഴിപ്പാൻ, ഇവിടെയുള്ള ഈ സഭയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, ഈ സഭ മൂലം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സുവിശേഷ പ്രവർത്തനങ്ങളെക്കുറിച്ച് അത് കേൾക്കുവാനും മനസ്സിലാക്കുവാനും ദൈവം സഹായിച്ച വിധങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം. പ്രത്യേകിച്ച് നമ്മൾ കേട്ടതുപോലെ, ഇവിടെ കണ്ടതുപോലെ, ആഫ്രിക്കയിൽ ആരും ചെല്ലുവാൻ മടിക്കാത്ത സ്ഥലത്ത് അവിടെ കടന്നു നിന്ന് സ്നേഹത്തിൻ്റെ ദൂതുമായി, സമാധാനത്തിൻ്റെ ദൂതുമായി ജീവിക്കുന്ന ദൈവത്തെ അവിടെ ഉയർത്തുവാൻ കഴിഞ്ഞ നാളുകൾ കർത്താവിൻ്റെ ദാസനെ കരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വിധങ്ങൾക്കായി, ഈ ദൈവസഭയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരെയും ദൈവം ഓരോ സ്ഥലങ്ങളിലാക്കിയിരിക്കുന്നു. ദൈവത്തെ ആരാധിച്ച് സന്തോഷിച്ച് അതിൽ തൃപ്തി അടഞ്ഞു പോകാനല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മളെ ഓരോരുത്തരെയും
ഇത്രത്തോളം സൗഭാഗ്യം നൽകി തന്ന്, ഇത്രത്തോളം ഈ ദേശത്തെ നല്ല നല്ല നന്മകൾ നൽകി തന്ന് നമ്മളെ ആക്കിയിരിക്കുന്നതിന് പിൻപിൽ വലിയൊരു ഉദ്ദേശമുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിരിക്കുന്നു. കർത്താവിന്റെ ദാസനിൽ കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നതായ എല്ലാ പ്രവർത്തനങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിൽ കർത്താവിന്റെ ദാസൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സഭ ഈ കഴിഞ്ഞ ചുരുങ്ങിയ ഈ 10 വർഷം കൊണ്ട് ഇത്രത്തോളം പ്രവർത്തിപ്പാൻ എൻ്റെ മക്കളെ കർത്താവ് കരങ്ങൾ വഹിച്ചുവല്ലോ. ഇതൊരു ചെറിയ കാര്യമല്ല. നമ്മൾ പ്രവർത്തിക്കുന്നുവെങ്കിൽ നമ്മൾക്ക് നേടുവാൻ വലിയവ സാധിക്കുന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഞാൻ പലപ്പോഴും പലരോടും പറയുവാറുണ്ട്, നമ്മൾ ഒരു സ്റ്റെപ്പ് എടുത്തു വെച്ച് കഴിഞ്ഞാൽ അതിന് മുൻപിൽ ദൈവം നമ്മൾക്ക് വേണ്ടി നിന്നുകൊള്ളും. ഒരു സ്റ്റെപ്പ് നമ്മൾ എടുത്തു വെക്കുന്നുവെങ്കിൽ ദൈവം നമ്മൾ ഉപയോഗിക്കുന്നുള്ളതിന് യാതൊരു സംശയമില്ല. വരും കാലങ്ങളിൽ ഈ ഗുഡ് ഷെപ്പേർഡ് മിനിസ്ട്രിയുള്ള ബന്ധത്തിലുള്ള പ്രവർത്തനങ്ങൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ അനേക ജീവിതങ്ങളുടെ അത് രക്ഷയ്ക്ക് വിടുതൽ കാരണമായി തീരട്ടെ. എല്ലാ ആശംസകളും എല്ലാ ഭാഗങ്ങളും ഈ ഗുഡ് ഷെപ്പേർഡ് മിനിസ്ട്രിക്ക് ഞാൻ നേർന്നുകൊള്ളുന്നു. ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്നതായ IPC അബുദാബി ചർച്ചിന്റെയും കൊച്ചിൻ ബൈബിൾ കോളേജിന്റെയും അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ചുമതല ഏറ്റെടുത്തിരിക്കുന്നതായ ഡൽഹി സ്റ്റേറ്റിന്റെ എല്ലാ നാമത്തിലുള്ള ആശംസകളും ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. Thank you, Pastor. I invite Pastor Amboti, Pastor John Jacob of AG Church in Dubai to come forward. Praise the Lord. എല്ലാവരുടെയും മുഖം ഒത്തിരി സീരിയസ് ആയിട്ടായിരിക്കും ഇടയാകുന്നത്. ഇത്രയൊക്കെ കേട്ടപ്പോഴേ കാര്യങ്ങളെ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താണ്. ഹല്ലേലൂയ. കടന്ന് വന്നിരിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠന്മാരായ കർത്താവിൻ്റെ ദാസന്മാർ, ഈ ചർച്ചിൻ്റെ ശുശ്രൂഷകരായിരിക്കുന്ന സജി പാസ്റ്റർ, കർത്താവിൻ്റെ ദാസൻ ബിജോ പാസ്റ്റർ, കുടുംബം, കടന്ന് വന്നിരിക്കുന്ന ഇതിൻ്റെ നടത്തിപ്പുകാരായിരിക്കുന്ന എൽഡേഴ്സ്, സഹോദരന്മാരെ, സഹോദരികളെ, എല്ലാവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസന്മാരോട്, പ്രത്യേകിച്ച് ഈ സഭയോട് 1-2 ദിവസങ്ങളെന്നല്ല ദീർഘവർഷങ്ങളത്തെ ആഴമായിരിക്കുന്ന ഒരു ബന്ധം ഞങ്ങൾക്കുണ്ട്. എങ്കിലും ഒത്തിരി കാര്യങ്ങൾ ഇവരെക്കുറിച്ച് കേൾപ്പാനും കഴിഞ്ഞ നാളുകളിൽ ഈ കർത്താവിൻ്റെ ദാസന്മാർ ദുബായിലുള്ളതായിരിക്കുന്ന ഞങ്ങളുടെ സഭയെ, ഞങ്ങളെ സഹോദരങ്ങളെ പോലെ സ്നേഹിക്കുകയും ആത്മീയ ബന്ധം കഴിഞ്ഞ നാളുകളിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കിയ ദൈവത്തിൻ്റെ വഴിയെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രകാരം ദൈവത്തിൻ്റെ വചനം പറയുന്നു, നടുന്നവനും നനയ്ക്കുന്നവനും ഒന്നുമില്ല, വളരുമാറാക്കുന്ന യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ പകൽക്കാലം അനേക കാര്യങ്ങളെ വചനത്തിൽ കൂടെയൊക്കെ കേൾപ്പാൻ തക്കവണ്ണം ഇടയായി. പ്രത്യേകിച്ച് ദൈവദാസന്മാർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന വേലയെക്കുറിച്ച് കാണുവാൻ തക്കവണ്ണം എനിക്കും ഇടയായതോർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാകുന്നു. കർത്താവിൻ്റെ സന്നദ്ധിയിലെ പണം തേടിയുള്ളതായ മരുഭൂമി യാത്രയിൽ കർത്താവ് ഇവരെ കണ്ടതോർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. ദൈവസന്നദ്ധിയിലെ ഈ സഭയിൽ കൂടെ കർത്താവ് ഈ ദിവസങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല വേലയ്ക്കായി ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഇടയാകട്ടെ. കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ ദൈവത്തിന് വചന പ്രകാരം പറയുന്നു, പൗലോസ് ഇറങ്ങിത്തിരിക്കുന്നതായ സമയത്ത് ലോകപ്രകാരമുള്ള അനേക ആൾക്കാരെ ഒരുപക്ഷെങ്കിൽ അദ്ദേഹത്തെ നോക്കി ഇപ്രകാരം പറഞ്ഞു കാണും, ഒരു ഗുണ്ടാ നേതാവ് അല്ലെങ്കിൽ കൊട്ടേഷൻ സംഘത്തിന്റെ ആള് ഇറങ്ങിത്തിരിക്കുന്നതായ സമയത്ത് അങ്ങനെയുള്ളതായ ഒരു കാഴ്ചപ്പാട് ലോക മനുഷ്യർക്ക്, ലോകപ്രകാരമുള്ളവർക്ക് ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയാകും. എന്നാൽ കർത്താവ് കണ്ടത് ലോകപ്രകാരമുള്ള ചില കാര്യങ്ങളെയല്ല, ആ കർത്താവിന്റെ ദാസന്റെ ഹൃദയത്തിലുള്ള ആഴങ്ങളെ കാണുവാൻ തക്കവണ്ണം ഇടയായി. എന്നാൽ കർത്താവിന്റെ സന്നിധിയിൽ ആ പൗലോസിനെ കർത്താവ് വിളിക്കുന്ന സമയത്ത് ആ പൗലോസിൽ കൂടെ ഇന്ന് പകരെ ആരാധിക്കുന്ന എനിക്കും നിങ്ങൾക്കും അനേക ലേഖനങ്ങളെ ആഴമായി എഴുതുവാൻ തക്കവണ്ണം ഇടയായി തീർന്നല്ലോ. ഹല്ലേലൂയ. അതോർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാകുന്നു. ഈ കർത്താവിന്റെ ശ്രേഷ്ഠ ദാസന്മാർ മുഖേന, ഈ ചർച്ച് മുഖേന ലോകത്തിന്റെ
വചനം എത്താത്ത അനേക സ്ഥലങ്ങളിലെ കർത്താവിന്റെ വചനം എത്തിക്കുവാൻ ഈ ദൈവസഭയെ വരുന്ന ആളുകൾ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇന്ന് പകൽക്കാലം എൻ്റെ വാക്കുകളെ ഉപസംഹരിപ്പാൻ തക്കവണ്ണം ഇടയാകുന്നു. ദുബായ് ഗിൽഗാൽ ചർച്ചിന്റെ എല്ലാ ആശംസകളും, ഞങ്ങളുടെ കുടുംബങ്ങളുടെ, ഞങ്ങളുടെ ചർച്ചിന്റെ ഓരോ മെമ്പേഴ്സിന്റെ എല്ലാ ആശംസകളും കർത്താവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിപ്പാൻ തക്കവണ്ണം ഇടയായി തീരുമാറാകട്ടെ. Thank you, Pastor Mboji. Just one more felicitation. I call Pastor Tijo of Masihi Sangati. Praise the Lord. Praise the Lord. And Jai Masiki. As Pastor said that I'm from a Hindi church, that is Masihi Sangati. As the word says, enlarge the place of thy tent and let them stretch forth the curtains of thine habitations. Spare not, lengthen thy cords and strengthen thy stake. And Isaiah 54 verse 2 says, greetings in the name of our Lord and Savior Christ. I rejoice with Good Shepherd Ministry International and express my congratulations to you as you celebrate the 10th anniversary of your founding and on reaching this milestone. All praise and glory to our Lord for raising up this congregation to using it to promote the gospel not only in UAE but different parts of this world. Over the years, God has really shaped you into a vibrant community of believers with a passion to serve Lord Jesus Christ. Not only that, and to grow in grace and the knowledge of Him. Your growth in the Spirit, let me just say that, your growth in the Spirit is well known. Your enthusiasm in evangelism and soul winning has produced tremendous fruits. Besides reaching out in Abu Dhabi, you have been doing wonderful work throughout this world, and especially in the northern part of India. As I come from northern part of India, I know how difficult it is to do the evangelism in those areas. But I thank God for using each one of you to bring glory to thy name and to bring those who are in darkness and to bring them to the light. Praise God for that ministry which is happening there back in India. Also, I would like to say, Pastor Sergi and Pastor Bijo were always a source of inspiration for us. And we have learned a lot in a short span of a stay within Good Shepherd International Ministry. As you celebrate the 10th anniversary of this occasion, it's a time to look back and to be thankful for God, for His faithfulness, for His love, for His protection, for His all provisions for this ministry. It's not only that, it is a time to look ahead, as Pastor was telling us, the next 10 years vision. When we set our sights into the future, we are looking into an eternal direction. We have been called to inherit an eternal life in Christ Jesus. On behalf of Masihi Sangati family, I would like to congratulate Pastor Thomas Matthew and family, Pastor Biju and family, entire leadership, and all the believers of Good Shepherd Ministry International on this great occasion of your 10th anniversary. I just want to read one verse and conclude here. Verse says in 1 Corinthians 15 verse 58, therefore, my dear brothers and sisters, stand firm, let nothing move you. Always give yourself fully to the work of the Lord, because you know that your labor in the Lord is not in vain. May God bless you and use you more in the days to come, Pastor. Thank you. Thank you, Pastor Tijo. നമ്മുടെ ഒരു വെബ്സൈറ്റ് ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്, www.perfectinchrist.org. ഇന്ന് ഡെയിലി ഡിവോഷൻസ് എല്ലാ ദിവസവും ഡെയിലി ഡിവോഷൻസ് വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഈ വെബ്സൈറ്റിലും ഉണ്ട്. 90-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ എവറി ഡേ ഈസ് സീയിങ് ദാറ്റ് ആൻഡ് റീഡിങ് ദാറ്റ്. യു വെൽക്കം ടു ഗോ ആൻഡ് വിസിറ്റ് ദാറ്റ് വെബ്സൈറ്റ്. ഓവർ ടു Brother Lotson. Praise God. Hallelujah. നമുക്കെല്ലാം കർത്താവിന് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. Can we all stand? കർത്താവിന് നന്ദി പറയുവാനുള്ള സമയമാണിത്. It's time to give thanks to the Lord. Close your eyes. നാം ഒരുമിച്ച് കർത്താവിനെ പാടി മഹത്വപ്പെടുത്താൻ പോകുന്നു.
Oh, you are great. You do miracles so great. There is no one else like you. There is no one else like you. For you are great. You do miracles so great. There is no one else like you. There is no else like you. For you are great. You do miracles so great. There is no one else like you. There is no one else like you. For you are great. You do miracles so great. There is no one else like you. There is no one else like you. നീ വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല. അങ്ങെപ്പോലെ ആരുമില്ല. നീ വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല. അങ്ങെപ്പോലെ ആരുമില്ല. For you are great. You do miracles so great. There is no one else like you. Oh, there is no one else like you. For you are great. You do miracles so great. There is no one else like you. There is no one else like you. ചില നിമിഷങ്ങളായി യേശുവിന് മുമ്പാകെ സമ്പൂർണ്ണമായി ഏൽപ്പിച്ചുകൊണ്ട് ഹൃദയത്തിൽ വിശ്വസ്തയോടുകൂടെ പറയാൻ കഴിയുമോ, കർത്താവേ, ഇത്രത്തോളം നീ ഞങ്ങളെ പരിപാലിച്ചു, ഇത്രത്തോളം നീ ഞങ്ങളെ നടത്തി. നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്നും ഒരിക്കൽ പോലും പിന്മാറാതെ അങ്ങേ മുറുകെ പിടിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നവർ ആദരങ്ങളെ ചലിപ്പിച്ച ദൈവത്തെ സ്തുതിച്ചാട്ട്, വായ്കൾ തുറന്ന ദൈവത്തെ സ്തുതിച്ചാട്ട്, പൂർണ്ണ മഹത്വം കർത്താവിന് കൊടുക്കുവാൻ കഴിയുമോ? ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിക്കുമോ? എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരുന്നിതാ. ശബ്ദമുയർത്തി ചേർന്ന് എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരുന്നിതാ. ഒരിക്കൽ കൂടെ ചേർത്ത് പാടും എന്റെ സ്നേഹം, എന്റെ സ്നേഹം. ശബ്ദമുയർത്തി നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരുന്നിതാ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കുമോ? ചിരിച്ച മുഖത്തോടെ ദൈവത്തെ സ്തുതിക്കുമോ? ശബ്ദമുയർത്തി കർത്താവിനെ സ്തുതിക്കുമോ? നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആ വ്യക്തിയുടെ മുഖത്തേക്കൊന്ന് നോക്കി ചിരിച്ചുകൊണ്ട് നല്ല സന്തോഷത്തോടെ ആ കരങ്ങളൊക്കെ ഒന്ന് തട്ടിയിട്ട് പറ, ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നു, ദൈവം നിന്നെ കൈവിടുകയില്ല, യേശു നിന്നോട് കൂടെയുണ്ട്, അവന്റെ ആത്മാവ് നിന്നോട് കൂടെയുണ്ട്, അവന്റെ സാന്നിധ്യം നിന്നോട് കൂടെയുണ്ട്, അവന്റെ സാന്നിധ്യം നിന്നോട് കൂടെയുണ്ട്. ശക്തിയോടെ ആ കരങ്ങളെ തട്ടി കർത്താവിനെ സ്തുതിച്ചാണ്. We pray.
में है मुक्ति, जिस नाम में है शांति, जिस नाम में है शांति, बेताओ नाम चंगाई। जिस नाम में है मुक्ति, जिस नाम में है शांति, जिस नाम में है शांति, बेताओ नाम चंगाई। जिस नाम में है
ദൈവത്തെ മഹത്വപ്പെടുത്തുമോ? ഓ രവശംഖാരിയാരഹത്തേരി. ഇത്രത്തോളം നമ്മെ നടത്തിയ കർത്താവ്, ഇതുവരെ നമ്മെ സൂക്ഷിച്ച യേശു, അവന്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. അവന്റെ മഹത്വം നമ്മോട് കൂടെ. ആ കണ്ണുകളെ അടച്ച് ചില നിമിഷങ്ങൾ യേശുവിന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കുമോ? നമ്മെ പരിപാലിക്കുവാൻ, നമ്മെ സൂക്ഷിക്കുവാൻ ആ കർത്താവിൻ്റെ കരം കുറുകിയിട്ടില്ല. ഓരോ നിമിഷവും അവൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. വിശ്വസിക്കുവാൻ കഴിയുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ടെന്ന്. ആ കണ്ണുകളെ അടച്ച് ചില നിമിഷങ്ങൾ ആ കരങ്ങൾ മാറോടൊന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ കർത്താവിന് നന്ദി പറയുമോ? ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിക്കുമോ? കഴിഞ്ഞ 10 വർഷങ്ങളിൽ വിജയകരമായി ദൈവം ഈ സഭയെ പുലർത്തി. ഒന്നിനും ഒരു കുറവില്ലാതെ, ഒരിക്കൽ പോലും ഉപേക്ഷിക്കാതെ ആ സാന്നിധ്യം നമ്മോട് കൂടെയിരുന്നു. ചില നിമിഷങ്ങൾ ആ യേശുവിൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കിയാട്ടെ. ആ കണ്ണുകളെ അടച്ച് അല്പസമയം കർത്താവിനെ സ്തുതിച്ചാട്ടെ, നന്ദി പറഞ്ഞാട്ടെ. എല്ലാ മഹത്വവും കർത്താവായ ദൈവത്തിന്, മുഴുവൻ മഹത്വവും കർത്താവായ ദൈവത്തിന്. എന്റെ ആവശ്യങ്ങളറിഞ്ഞ് ആകാശത്തിൽ കിളിവാതിൽ തുറന്ന് എന്റെ ആവശ്യങ്ങളറിഞ്ഞ് ആകാശത്തിൽ കിളിവാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന എന്റെ യേശു എത്ര എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന എന്റെ യേശു എത്ര നല്ല. ഒരു നാൾ കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല. എന്റെ യേശു എത്ര വിശ്വസ്തൻ, ഒരു നാളും മറക്കുകയില്ല. എന്റെ യേശു എത്ര വിശ്വസ്തൻ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. സന്തോഷത്തോടെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കുമ്പോൾ നിങ്ങളുടെ അടുത്തുള്ള വ്യക്തിയുടെ കരം ഒന്ന് പിടിച്ച്, ആ വ്യക്തിയുടെ കരം ഒന്ന് പിടിക്കും. ആ വ്യക്തിയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കിയാൽ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ആ വ്യക്തിയെ നോക്കിക്കൊണ്ട് ആ വരികളൊന്ന് പാടുവാൻ കഴിയും. അവസാനമായി ചിരിച്ച മുഖത്തോടെ സന്തോഷത്തോടെ ഒരു പ്രൊഫറ്റിക്കൽ വേർഡ് നമ്മൾ പറയുക: ഒരു നാളും കൈവിടുകയില്ല, ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. ആ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ പോരുന്നു. എത്ര പേർക്ക് സന്തോഷമുണ്ട് അതിനകത്ത്? ആ വ്യക്തിയെ ഒന്ന് നോക്കി ആ കരങ്ങളൊന്ന് കൊടുത്തിട്ട് പറയുമോ: ഒരു നാളും കൈവിടില്ല. സന്തോഷത്തോടെ ഒരു നാളും ഉപേക്ഷിക്കില്ല. ഒരിക്കൽ കൂടെ പറഞ്ഞാണ്: ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല. ഒരു നാളും കൈവിടില്ല. എന്റെ യേശു എത്ര വിശ്വസ്തൻ. ആ കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് പാടുമ്പോ: For you are great, you do miracles so great, there is no one else like you.
no one else like you. For you are great, you're the miracle so great. There is no one else like you. There is no else like you. താങ്ക് യു. ഇതിനകത്തിൽ ഞങ്ങൾ ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ ഒറ്റയ്ക്കല്ല നിൽക്കുന്നത്. ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥന വേണം. ഒരിക്കലും ഒറ്റയ്ക്ക് നിൽപ്പാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് വേദിയിലുള്ള എല്ലാ ദൈവദാസന്മാരും ഒരു നിമിഷം സ്റ്റേജിലേക്ക് വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഒരുമിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കണം. പ്ലീസ്, ഐ ഇൻവൈറ്റ് ഓൾ ദ പാസ്റ്റേഴ്സ് ഇൻ ദിസ് കോൺഗ്രിഗേഷൻ. എല്ലാ ദൈവദാസന്മാരും ഒരുമിച്ച് വന്ന് ഇത്രത്തോളം നടത്തി ദൈവം ഞങ്ങളെ, അത് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നന്ദി കരയേറ്റുവാൻ പ്രാർത്ഥിക്കുവാൻ പാസ്പിച്ചേടി. ഹല്ലേലൂയ. ശമനാദര ജഗനാദുരേ ജഗൽ ഖൗഡാരഗനാദക ഹത്തുൽ ഖൗഡാരഗനാദക. ഹല്ലേലൂയ. ഹത്തുരേ ജഗൽ ഖൗഡാരഗനാദക ഹത്തുരേ ജഗൽ ഖൗഡാരഗനാദക. പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കുക, പൂർണ്ണമായി താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മുടെ അന്തരേന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്നൊരു കർത്താവ്, നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥകളെ അറിഞ്ഞൊരു കർത്താവ്, നമ്മുടെ ഹൃദയത്തിൻ്റെ താല്പര്യങ്ങളെ അറിഞ്ഞ കർത്താവ്, നമ്മെ സ്നേഹിച്ച കർത്താവ്, എൻ്റെ മക്കളിലൂടെ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളെ ഓർക്കുമ്പോൾ, നാഥാ, നീ ഞങ്ങളെ എത്രമാത്രം സ്നേഹിച്ചു, നീ ഞങ്ങളെ എത്രമാത്രം കരുതിയപ്പാ. ഞങ്ങൾക്കുള്ള നിത്യത ഒരുക്കി വെച്ചിട്ടാണല്ലോ സ്വർഗം ഞങ്ങളെ വിളിച്ച് ചേർത്തിരിക്കുന്നത് കർത്താവേ. ഈ സായം സന്ധ്യയിൽ കർത്താവേ, നിന്റെ മക്കൾ ചെയ്യുന്ന ഈ ദൈവിക വേലകളെ ഞങ്ങൾ ഓർക്കുക മാത്രമല്ല പച്ച, അങ്ങയുടെ നാമത്തിന് വേണ്ടി തന്റെ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന എല്ലാ കർത്തൃവേലകളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുക പച്ച. ഞങ്ങൾ സഭകളൊന്നിച്ച്, ഈ അബുദാബിയിലുള്ള ദൈവസഭകളൊന്നിച്ച്, കടന്നു വന്ന ദൈവ കുഞ്ഞുങ്ങളൊന്നിച്ച്, സഭാ വ്യത്യാസം ഒന്നിച്ച്, ദേശങ്ങൾ വ്യത്യാസം ഒന്നിച്ച്, കർത്താവേ, രാജ്യങ്ങൾ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ഞങ്ങൾ ഒരുമിച്ച് കർത്താവേ ഈ കർത്തൃസഭയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. എന്റെ കുഞ്ഞുങ്ങളുടെ വേലകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് പച്ച. സ്വർഗത്തിലെ കിളിവാതിൽ തുറന്ന് ആത്മീയവും ഭൗതികവുമായ എല്ലാ അനുഗ്രഹങ്ങളാൽ എന്റെ കുഞ്ഞുങ്ങളെ നിറയ്ക്കണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കുഞ്ഞാടിന്റെ രക്തത്തിൽ ഏൽപ്പിച്ചു തരുന്നു. ഞങ്ങളുടെ ചെറിയ ആഗ്രഹങ്ങളെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുക അപ്പച്ച. ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. അങ്ങേ കൂടാതെ ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അങ്ങ് ഞങ്ങൾക്ക് നല്ലിടയനായി മുമ്പേ കടന്നു പോകണം. നല്ല നാഥനായി ഞങ്ങൾക്ക് കടന്നു പോകണം. നല്ല പ്രിയനായി ഞങ്ങൾക്ക് കടന്നു പോകണം. നല്ല സഹോദരനായി തന്നെ ഞങ്ങൾക്ക് മുമ്പേ അങ്ങ് നടക്കണം. ഇന്ന് രാത്രി കർത്താവേ, ഈ ആത്മീയ ശുശ്രൂഷ സ്വർഗം അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്റെ കുഞ്ഞുങ്ങളെയും മിനിസ്ട്രിയെയും എന്റെ മക്കളുടെ വേലകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അനുഗ്രഹിച്ചതിനായി സ്തോത്രം. മഹത്വം സ്വർഗം എടുക്കണം. യേശു ക്രിസ്തുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. Thank you, pastors. Please be seated. I invite Brother Biju to have a word of thanks quickly. I hope you all had a very blessed evening, a very unique experience also. We are really happy to see you all the pastors, all the elders, all the leaders, all my brothers and sisters. Your presence here is a great encouragement for all of us. And I am sure it will help us in the extension of His kingdom. Your presence, your prayers, your word of encouragement, all these things will act as a catalyst in the kingdom work. മറ്റ് എമിറേറ്റ്സിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള പാസ്റ്റേഴ്സ് ഉണ്ട്. അബുദാബിയിൽ പല സഭകളിൽ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാരുണ്ട്. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും GSMയുടെ നാമത്തിലുള്ള നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച്
നാട്ടിൽ നിന്നും കടന്നു വന്ന ബ്രദർ ലോട്ട്സൺ ആൻ്റണിയെ അദ്ദേഹത്തിൻ്റെ ടീമിനോടുമുള്ള പ്രത്യേകമായ നന്ദി ഈ സമയം രേഖപ്പെടുത്തുന്നു. കർത്താവ് ധാരാളമായിട്ട് കർത്താവിൻ്റെ ദാസനെ അനേക വേദികളിൽ ശക്തിയോടെ ഉപയോഗിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഷോഫാർ പബ്ലിക്കേഷന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച സാമുവൽ B9 ടീം, അതുപോലെ ഓൾ എഡിറ്റോറിയൽ ടീം, എല്ലാവരെയും കർത്താവ് ശക്തിയോടെ വീണ്ടും ദൈവനാമ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാ സഹോദരി സഹോദരന്മാർക്കുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഫൈനലി, I would like to place on record our deep love and appreciation to our Pastor Thomas Matthew and Pastor Bijo Jacob for their wholehearted involvement and guidance in the gospel work across the globe. എല്ലാറ്റിലുപരിയായിട്ട് ദൈവത്തിൻ്റെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു. ദൈവത്തിന് സകല മഹത്വം കരയറ്റുന്നു. താങ്ക് യു ആൾ ആൻഡ് ഷാലോ. പാസ്റ്റർ ഇബ്രാഹിം എബ്രഹാം മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് നമ്മൾ കൂട്ടായ്മ അവസാനിപ്പിക്കുന്നതായിരിക്കും. പാസ്റ്റർ ഇബ്രാഹിം എബ്രഹാം. പ്രൈസ് ദി ലോർഡ്. ലെറ്റ്സ് ഓൾ സ്റ്റാൻഡ്. നമുക്കേവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. Holy Spirit, we welcome you. We thank you. പരിശുദ്ധനായ സ്വർഗീയ പിതാവേ, ഈ സന്ധ്യയുടെ യാമത്തിൽ ഞങ്ങളുടെ സനിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളായ ഞങ്ങൾക്ക് അടുത്തു വരുവാൻ, ഞങ്ങളുടെ പൊന്നുമുഖത്തേക്ക് നോക്കി ആശ്വസിപ്പാൻ, ആനന്ദിപ്പാൻ, അങ്ങേ ആരാധിപ്പാൻ ഈ സാവകാശം തന്നതോർത്ത് നന്ദി പിതാവേ. നന്ദിയോട് ഞങ്ങളങ്ങേ സ്തുതിക്കുകയാണ് കർത്താവെ. ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുകയാണ് കർത്താവ്. ഹല്ലേലൂയ കർത്താവ്. ഗുഡ് ഷെപ്പേർഡ് ഹല്ലേലൂയ മിനിസ്ട്രീസ് ഇന്റർനാഷണൽ സഭയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 10 വർഷക്കാലം ഈ സഭയെ അത്ഭുതകരമായി അതിശയകരമാം വിധം നടത്തിയ ഞങ്ങളുടെ മഹാദയ്ക്കും വിശ്വസ്തതയ്ക്കുമായി സ്തോത്രം കർത്താവെ. അവിടുത്തെ കരുണയോർത്ത് നന്ദിയോട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവെ. കർത്താവെ, പാസ്റ്റർ തോമസ് മാത്യുവിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മകൻ്റെ ഹൃദയത്തിൽ കൊടുത്ത നല്ല ദർശനത്തിനായി നന്ദിയോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങളുടെ മകനെ, കുടുംബത്തെ, സഹ ശുശ്രൂഷകന്മാരെ, ഹല്ലേലൂയ, സഹപ്രവർത്തകരെല്ലാം ഐശ്വര്യമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കൂടി വരുന്ന എല്ലാ ദൈവമക്കളെയും അവിടുന്ന് ഐശ്വര്യമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടുത്ത 10 വർഷത്തേക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ അവിടുന്ന് കൊടുത്തിരിക്കുന്ന നല്ല ദർശനത്തിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അത് വേഗത്തിൽ പൂർത്തീകരിപ്പാൻ, ഞങ്ങളുടെ പൊന്നുനാമം മഹത്വപ്പെടുവാൻ സ്വർഗമിടയാക്കി തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഹല്ലേലൂയ കർത്താവെ, ഞങ്ങൾ ഈ സഭയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഈ സഭ വിശാലമാകട്ടെ, ഇതിൻ്റെ അതിർത്തികൾ വിശാലമാകട്ടെ കർത്താവെ. കർത്താവിൻ്റെ വേണ്ടി വർദ്ധിച്ചു വരട്ടെ കർത്താവെ. പാസ്റ്റർ തോമസ് മാത്യു കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. ദർശനത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുവാൻ തക്കവണ്ണം ഞങ്ങളുടെ മകൻ ഹല്ലേലൂയ സ്വർഗീയ ജ്ഞാനത്തോടെ പ്രവർത്തിക്കട്ടെ. ഒരു അനുഗ്രഹ വിഷയമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സകല ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ കർത്താവെ. സകല പ്രവർത്തകർ അനുഗ്രഹിക്കപ്പെടട്ടെ. കടന്നു വരുന്ന ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ സഭ ഒരു അനുഗ്രഹമായി മാറട്ടെ കർത്താവെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. 5 വൻകരയിൽ ഈ സഭയുടെ പ്രവർത്തന മണ്ഡലങ്ങൾ ഹല്ലേലൂയ അധികാരമുള്ള യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പടർന്നു പന്തലിക്കട്ടെ കർത്താവെ. വലിയ വിശാലതകൾ സംഭവിക്കട്ടെ. അനേകർക്ക് ഈ സഭ ഒരു അനുഗ്രഹമായി മാറട്ടെ കർത്താവെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. കടന്നു വന്നിരിക്കുന്ന എല്ലാ ഞങ്ങളുടെ മക്കളെ ഹല്ലേലൂയ തൃക്കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ അങ്ങയുടെ സാന്നിധ്യത്തിന്റെ മറവിൽ മറച്ചതിനായി സ്തോത്രം. ശുശ്രൂഷകളെല്ലാം അവിടുന്ന് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ഞങ്ങളിപ്പോൾ പിരിയുമ്പോൾ അവിടുത്തെ പിരിയാത്ത സാന്നിധ്യം ഞങ്ങളോട് ഓരോരുത്തരോടും കൂടെ ഇരിക്കണമേ. സകലം യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ സംസർഗവും സഹവാസവും കൂട്ടായ്മയും നമ്മോട് നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ ഇപ്പോഴും എപ്പോൾ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. മഹത്വം കൊടുക്കാം.